നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലാണ് ഈ കഥ നടന്നതെന്ന് പറയാൻ നാണം തോന്നുന്നു. കാരണം 24 വർഷത്തെ പ്രവാസ ജീവിതത്തിനൊടുവിൽ നാട്ടിൽ വന്ന് എന്തെങ്കിലും ഒരു വ്യാപാരമോ അല്ലെങ്കിൽ ബിസിനസ്സോ മറ്റോ ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തി അവസാനം സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും സ്വർണം വരെ പണയപ്പെടുത്തി മീൻ കൃഷി തുടങ്ങി. എന്നാൽ ആ മീൻ കൃഷിയുടെ വിളവെടുപ്പ് ദിനമായിരുന്നു ഇന്ന്. പക്ഷേ ഇന്നലെ ചില സാമൂഹ്യ വിരുദ്ധർ കാണിച്ച തെമ്മാടിത്തരം അക്ഷരാർത്ഥത്തിൽ മലയാളികളെ ഏറെ ദുഃഖിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. എൻ്റെ വീട്ടിലും മീൻ കൃഷിയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ പരിചരണം നൽകുകയും 4-5 മാസം മീനിൻ്റെ പുറകെ കഷ്ടപ്പെട്ട് നടന്നാൽ മാത്രമേ നല്ല ഒരു മീനിനെ വളർത്തി വലുതാക്കി അത് വിറ്റ് എന്തെങ്കിലും ഒരു ലാഭം കിട്ടുകയുള്ളൂ എന്ന് എനിക്ക് കൃത്യമായി അറിയാം. എത്രമാത്രമാണ് അതിൻ്റെ പുറകിലുള്ള കഷ്ടപ്പാടെന്ന് കൃത്യമായി തന്നെ എനിക്കറിയാം. അങ്ങനെ കഷ്ടപ്പാടിൻ്റെ ഒടുവിൽ ഇന്ന് വിളവെടുപ്പ് നടക്കാനിരുന്ന ദിവസത്തിൻ്റെ തലേദിവസമാണ് ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധർ ഒരു കർഷകനോട് ഇത്തരമൊരു ക്രൂരത ചെയ്തതെന്ന് ആലോചിക്കുമ്പോഴാണ് ഈ വാർത്തയുടെ നിജസ്ഥിതി നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. എന്തായാലും ആ വാർത്തയിലേക്ക്. മത്സ്യകൃഷി നടത്തി വന്ന പ്രവാസിയുടെ കുളത്തിൽ സാമൂഹ്യ വിരുദ്ധർ വിഷം കലർത്തി. പത്തനാപുരത്താണ് ഈ സംഭവം നടന്നത്. വിളവെടുക്കുവാൻ പാകമായ 10,000-ലധികം മത്സ്യങ്ങളും മത്സ്യക്കുഞ്ഞുങ്ങളും ചത്തുപൊങ്ങി. പാടം വെള്ളം തെറ്റി അശോകഭവനിൽ അനിൽകുമാറിന്റെ കൃഷിയിടത്തിലാണ് ഈ സംഭവം. രാവിലെ തീറ്റ കൊടുക്കാനായ കർഷകൻ എത്തിയപ്പോഴാണ് മുഴുവൻ മത്സ്യങ്ങളും ചത്തുപൊങ്ങിയ നിലയിൽ കണ്ടത്. 3 കുളങ്ങളിലായി 50,000 മത്സ്യങ്ങളെയാണ് ഇദ്ദേഹം നിക്ഷേപിച്ചിരുന്നത്. ഇന്ന് വിളവെടുക്കാനിരുന്ന കുളത്തിലെ മത്സ്യങ്ങളാണ് ഇത്തരത്തിൽ ചത്തുപൊങ്ങിയതെന്ന് അറിയുമ്പോഴാണ് സംഭവത്തിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. തിലോപ്പിയ, നട്ടർ, രോഹു ഇനത്തിൽപ്പെട്ട മീനുകളാണ് ചത്തുപൊങ്ങിയത്. ഒരെണ്ണം 1/2 കിലോയോളം മുകളിൽ തൂക്കം വരുന്നവയാണ്. 5 ലക്ഷം രൂപയിലധികം രൂപയുടെ നഷ്ടമാണ് ഇദ്ദേഹത്തിന് സംഭവിച്ചതായി കർഷകൻ തന്നെ പറഞ്ഞു. ഇൻഷുറൻസ് എടുത്തിരുന്നില്ല. അതും വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. പ്രവാസ ജീവിതം കഴിഞ്ഞെത്തി കണ്ടെത്തിയ ജീവിതമാർഗമായിരുന്നു ഇത്. 24 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലെത്തി ജീവിതമാർഗത്തിനായി മത്സ്യകൃഷി തുടങ്ങിയ ഒരു വ്യക്തിയുടെ അവസ്ഥയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സമ്പാദ്യവും ഭാര്യയുടെയും മക്കളുടെയും ആഭരണങ്ങളും പണയപ്പെടുത്തിയും സുഹൃത്തുക്കളിൽ നിന്ന് കടം വാങ്ങിയും 15 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചാണ് ഇത്തരത്തിൽ മത്സ്യകൃഷി ആരംഭിച്ചത്. ഭാര്യയും മക്കളും സഹോദരി ഭർത്താവുമാണ് കൃഷിയിൽ അനിൽകുമാറിനെ സഹായിച്ചിരുന്നത്. കർഷകർക്ക് എല്ലാ ആനുകൂല്യങ്ങളും സർക്കാർ നൽകുന്നുണ്ടെന്ന് പറയുമ്പോഴും അനിലിന് യാതൊരു ആനുകൂല്യവും ലഭിച്ചിരുന്നില്ല. ദുർഗന്ധം മൂലം ചത്തുപൊങ്ങിയ മത്സ്യങ്ങൾ കുഴിച്ചു മൂടുകയും ചെയ്തു. പത്തനാപുരം പോലീസിൽ എന്തായാലും ഇദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്. ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള ക്രൂരകൃത്യം ആരും ഇനി ചേരുന്നെന്ന് അദ്ദേഹം അപേക്ഷിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.